കണ്ണൂർ പെരിങ്ങത്തൂരിലാണ് കഴിഞ്ഞ ദിവസം ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിൽ കയറി കണ്ടക്ടറെ മർദ്ദിച്ചത്. നാദാപുരം സ്വദേശി വിശ്വജിത്തിന്റെ ഭാര്യയ്ക്ക് സ്റ്റുഡന്റ് പാസ് നൽകിയില്ല എന്നാരോപിച്ചായിരുന്നു ആക്രമം. വിശ്വജിത്ത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. പാസ് നൽകില്ലെന്നാരോപിച്ച് വിശ്വജിത്തും സുഹൃത്തുക്കളും ചേർന്ന് കണ്ടക്ടറായ ഇരങ്ങണ്ണൂർ സ്വദേശി വിഷ്ണുവിനെ മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സവാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആക്രമിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തൽ. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളുമായി ബന്ധമുള്ളവരാണ് അക്രമി സംഘമെന്നും പോലീസ് പറയുന്നു. മുഖ്യപ്രതി സവാദിന് TP കേസിലെ പ്രതി മുഹമ്മദ് ഷാഫിയുമായി അടുത്ത ബന്ധമുണ്ട്. ബസ്സിൽ കയറി അക്രമം നടത്തിയ 5-അംഗ സംഘത്തിന് പുറമെ പിന്നിലെ വാഹനത്തിൽ 6 പേർ അനുഗമിച്ചതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം ബസ് കൺസെഷൻ പാസ് ഇല്ലാത്തതിനാൽ വിദ്യാർത്ഥിനിയെ തള്ളിയെന്നും മൊബൈൽ ഫോൺ തകർത്തെന്നും കണ്ടക്ടറെ ആക്രമിച്ചവർ പറഞ്ഞത് വ്യാജമെന്ന് തെളിയുന്ന CCTV ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. വിദ്യാർത്ഥി കയറുന്നതിനും ഇറങ്ങുന്നതിനുമിടെയുള്ള സമയത്തെവിടെയും കണ്ടക്ടർ ആക്രമിക്കുന്നതായി CCTV ദൃശ്യങ്ങളിൽ കാണുന്നില്ല. മുഴുവൻ പ്രതികളെയും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യണമെന്നാണ് ബസ് തൊഴിലാളി യൂണിയനുകളുടെ ആവശ്യം. മൂക്കിനും തലയ്ക്കും വയറ്റിനും പരിക്കേറ്റ വിഷ്ണു തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. സീ മലയാളം ന്യൂസ്, കണ്ണൂർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.